അവന് പിന്നെ ചെറുപ്പത്തിലെ ബോള് ചെറിയ ബോൾ എടുത്തിട്ട് അതിങ്ങനെ തട്ടി കളിക്കലേ. അത് എപ്പോഴും ഒരു ബോള്, വേറെ ഒന്നുമില്ല, ഒരു ബോള് മാത്രം, അതിങ്ങനെ തട്ടി. പിന്നെ അങ്ങനെ പോയി പിന്നെ സ്കൂളിലും പിന്നെ ഇവിടെ പോകുമ്പോഴൊക്കെ അത് ബാഗിലുണ്ടാവും. ഒരു ചെറിയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോളെങ്കിലും ഉണ്ടാവും. അങ്ങനെ അങ്ങനെ പിന്നെ അങ്ങനെ തട്ടി കളിച്ച് പിന്നെ ഇവിടെ ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നാൽ കുറച്ചുകൂടെ വലുതായി ഒരു 7ാം ക്ലാസ്സിൽ ആയിരിക്കും. ആ ടൈമിന് ഇവിടെ ടൂർണമെൻറ്റ് ഉണ്ടായി. അപ്പോൾ അതിൽ കളിക്കാം. അപ്പോൾ നല്ല ഫേമസിന് ഇപ്പോൾ നല്ല കളിക്കാരനാന്നുള്ളത്. അപ്പോൾ ഇല്ലല്ല അങ്ങനെ അല്ല. അപ്പോൾ പിന്നെ അങ്ങനെ സ്കൂളിൻ്റെ ആ ടൈമിന് കളിക്കാം. അന്ന് പിന്നെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടൂർണമെൻറ്റിൽ കൈ പൊട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആടിയ ടൈമിന് പിന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ട് പിന്നെ കളിക്കരുത്, 2 വർഷത്തിന് എന്തായാലും കളിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ കുറച്ചൊന്ന് കൈ റെഡി ആയപ്പോഴേക്കും പിന്നെ ഈ ബോൾ എൻ്റെ കയ്യിലുണ്ടാവും. ഞാൻ പുറത്ത് എനിക്ക് ഈ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ ചെടിൻ്റെ ഒക്കെ ഒരു അപ്പോൾ പിന്നെ ഞാൻ പുറത്ത് പോയി വരുമ്പോഴേക്ക് ഏകദേശം ചട്ടികളൊക്കെ പൊട്ടിയിട്ടുണ്ടാവും, കളിച്ചിട്ട് പൊടിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്നെ കാണുമ്പോൾ എല്ലാം മാറി അങ്ങോട്ട്. പിന്നെ വീട്ടുകാരുടെ ത്യാഗം കൂടിയാണ് തീർച്ചയായിട്ടും. പിന്നെ ഞാൻ പറഞ്ഞു ഈ വെയിലും കൊണ്ട് വെറുതെ ഇനി കളിച്ച് രണ്ടാമത് നമുക്ക് ഈ പണി ഉണ്ടാക്കല്ലേ, ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നാലും പിന്നെ ടെറസിന്റെ മുകളിലായി. പിന്നെ ടെറസിന്റെ മുകളിൽ അവിടെ വെച്ച് അവിടെ നിന്ന് ഇങ്ങനെ കളിക്കും. പിന്നെ ഏതായാലും മനസ്സിലായി ഇത് പറഞ്ഞിട്ട് നന്നാവില്ലെന്നല്ല, ഈ കൈ പൊട്ടിയഞ്ഞ് രണ്ടാമത് റിസ്ക് ആണെന്ന് പറഞ്ഞു ഡോക്ടർ. അതുകൊണ്ടുള്ള ഒരു പേടിയായിരുന്നു. പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ ഇതിങ്ങനെ കളിച്ചതാകുമ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെടും, സമാധാനമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏതായാലും പിന്നെ ഓൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിട്ടെടുത്ത്. പിന്നെ കുറേശ്ശെ അങ്ങനെ നമുക്ക് പിന്നെ അങ്ങനെ ഇൻസ്റ്റാഗ്രാമും വേറുള്ള കാര്യങ്ങളൊന്നും അത്ര എന്തൊക്കെ പറഞ്ഞാലും അവനങ്ങനെ കളിക്കുന്ന സമയത്തൊന്നും ഉപ്പയൊന്നും വിലക്കിയിട്ടില്ല കളിക്കണ്ട. ഇല്ല പ്രത്യേകിച്ച് അത്രയും വലിയൊരു ആക്സിഡന്റ് പറ്റിയിട്ട് പോലും ഇല്ല വിലക്കിയിട്ടില്ല. പിന്നെ ഓന് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. ഇപ്പൊ കളിയിലൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ അങ്ങനെ സപ്പോർട്ട്. പിന്നെ എല്ലാത്തിനും ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. കൈ ഒടിഞ്ഞ് തൂങ്ങിയ ഒരാഴ്ചയിലേറെ മെഡിക്കൽ കോളേജ് കടന്നു എന്നാണല്ലോ. ആ സമയത്ത് മനസ്സിൽ തോന്നിയിരുന്നു ഇനിയിപ്പോ കളിക്കാൻ പോകണ്ട, ഇനി അങ്ങനെ തോന്നിയിരുന്നു? അന്ന് ഫുട്ബോളെ സംഭവം ഇതായി മടുത്തു. കാരണം അത്രയും ഭയങ്കര വേദന. ഇനി കളിക്കരുത് എന്നുള്ള മനസ്സിൽ തന്നെ ഇനി കളിക്കൂല എന്ന് ഉറപ്പിച്ചതാ. പിന്നെയാണ് കുറെ കഴിഞ്ഞപ്പോ ഈ ഫ്രീ സ്റ്റൈൽ പറഞ്ഞ സംഭവം ഇങ്ങനെ കാണുന്നത്. അപ്പൊ ആണെങ്കിൽ ഫ്രീ സ്റ്റൈലിൽ കമ്പം വന്ന് ഫ്രീ സ്റ്റൈൽ ചെയ്തുകൊണ്ട് വന്ന് അപ്പൊ അതോട് പഠിച്ച്. ഈ ഫ്രീ സ്റ്റൈൽ ഫുട്ബോള് അത്ര നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരം ഉണ്ടായിരുന്നില്ല തുടങ്ങിയ സമയത്ത്. ഇപ്പോഴും ഫ്രീ സ്റ്റൈൽ ഫുട്ബോൾ കേരള എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്വാന വരെ വരുവുള്ളൂ, അത് വേറെ കാര്യം. അപ്പോ അങ്ങനെ ഒരു ധൈര്യം, ഇതിൽ ഇത്രയും സാധ്യതകൾ ഉണ്ട് എന്ന് എങ്ങനെ റിസ്വാൻ മനസ്സിലാക്കി? ഞാൻ കുറെ ഈ പുറത്തുള്ള വീഡിയോ കുറെ കാണലുണ്ട്, ഈ ഫ്രീ സ്റ്റൈൽ വീഡിയോ ഒക്കെ. ഇപ്പൊ ഈ ചാമ്പ്യൻഷിപ്പ് അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. ഞാനത് ട്രൈ ചെയ്ത്